അതിരാവിലെ തന്നെ ഈ സ്ഥലത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാണ് ഓട്ടോ ഡ്രൈവർ ഞങ്ങളെയും കൂട്ടി ഒരു പാറക്കെട്ടുകളും കുന്നുകളും വാഴത്തോപ്പുകളും നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ വഴിയിലെല്ലാം ഞങ്ങൾ വലിയ വലിയ പുഴകളും പാലങ്ങളും എല്ലാം കണ്ട് എത്തിപ്പെട്ടു. താഴെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. കാരണം ഇത് ഒരു അമ്പലമാണ്, ഹനുമാൻ്റെ അമ്പലമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പുകളെല്ലാം അവിടെ വെച്ചു. പക്ഷേ ചൂട് അത്യുഗ്രം, അത് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു. പക്ഷേ ഞങ്ങൾ അതെല്ലാം അവിടെ മാറ്റിവെച്ച് ഞങ്ങൾ നഗ്നപാദങ്ങളായി തന്നെ മുന്നോട്ട് നടന്നു. ഞങ്ങളങ്ങനെ മുകളിലേക്ക് കയറും തോറും പടികളിൽ എവിടെയോ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു, നമ്പറുകൾ. ഇത് എൻ്റെ കൂട്ടുകാരൻ നദീം. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ സാഹസത്തിന് ഒരുങ്ങുന്നത്. മുമ്പിൽ മറ്റൊരു കൂട്ടുകാരൻ പോയിട്ടുണ്ട്, മറ്റൊരാൾ എന്തോ കാരണത്താൽ വന്നില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പടികളിൽ 572 പടികളുണ്ടെന്നാണ് പറയുന്നത്. ഈ 572 പടികൾ അധികം വെയിലുകളില്ലാത്ത സ്ഥലങ്ങൾ, മുകളിൽ ഷീറ്റുകൾ വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വെയിൽ കൊള്ളുന്നില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ ദുർഗണം പിടിച്ച പാറക്കെട്ടുകളും അതിലൂടെ നുഴഞ്ഞ് ആ ഒരു വശത്തേക്ക് നമ്മൾ മുന്നേറണം. അപ്പോൾ ഈ പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ വരിയായി നിന്ന് അത് തല മുട്ടാതെ തല കുനിച്ച് അങ്ങനെ മുന്നോട്ട് പോകണം. അതിത്തിരി പ്രയാസകരമാണ്. എന്നിരുന്നാലും ഞങ്ങൾ ആ ദൗത്യം ഉപേക്ഷിക്കാതെ മുന്നോട്ട് തന്നെ തിരിച്ചു. ഇനി ഈ കാണുന്നത് വലിയൊരു പാറക്കെട്ടുമാണ്. അതിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞു പോകണം. ഇതിൽ ചെറിയ കാറ്റ് വരുന്നുണ്ട്, തണുത്ത കാറ്റ് തന്നെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നിൽ പോകുന്നവരെ പിന്തുടർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇവിടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രണ്ടു വശവും കെട്ടിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രയാസകരമല്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ വളരെ നേരിയ വഴികളാണ്. അത് ദുർഘടം പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. പക്ഷേ ഇത്തിരി കാലത്ത്, അതായത് രാവിലെ 7 മണിക്ക് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി വെയിൽ കൊള്ളാതെ മുന്നോട്ട് പോകാമായിരുന്നു. ഇപ്പോൾ വേർത്ത് കുളിക്കുകയാണ്. എന്തായാലും ഈ ദൗത്യം ഉപേക്ഷിക്കാതെ ഞങ്ങൾ മുന്നോട്ട് വന്നു. ഇപ്പോൾ സമയം ഏകദേശം 11:30 മണിയായി. ചുട്ടുപഴുത്ത തറകൾ, അതിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ കാലുകൾ പൊള്ളാം. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ 572 ആ പടികൾ ചവിട്ടി തന്നെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഇവിടെ കുറച്ചുപേർ കിടക്കുകയാണ്. ചിലർ അസ്വസ്ഥരായി കാണപ്പെട്ടു. കയ്യിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കരുതിയിട്ടില്ല. എന്തായാലും ഇത് കണ്ടതിന് ശേഷം താഴെ പോയി വെള്ളം കുടിക്കാമെന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഇതാ കാണുന്നതെല്ലാം മുകളിലേക്കൊരു കയറ്റമാണ്. ഇതിൻ്റെ പാറക്കെട്ടിന് ഇടയിലൂടെ ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ ഇത് നമുക്ക് ഹംപിയുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ പുഴകളും മലകളും കുന്നുകളും പച്ചപ്പട്ടു വിതച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങളും എല്ലാം കാണാം. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലത്തേക്ക് എന്തായാലും നിങ്ങളും സന്ദർശിക്കുക. നിങ്ങളും ഈ കുന്നിലേക്ക് ആദ്യം തന്നെ വരുവാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ യാത്ര മറ്റുള്ളതെല്ലാം വളരെ എളുപ്പമാകും. എന്തായാലും ഈ യാത്ര നിങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒരു വേനലിൽ മഴമാലാഖ